ഫുള്ളി ഓട്ടോമാറ്റിക്കലി ഏറ്റവും ചെറിയ മോഡൽ. അതെ, ഫുള്ളി ഓട്ടോമാറ്റിക്കലി ചെറുത്. ഇത് ആയതിന്റെ വില എന്ന് പറഞ്ഞാൽ എത്ര രൂപയുണ്ട്? ഇത് 5500 രൂപയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഇത് മാനുവലാണ്. നമ്മൾ മുട്ട കൈകൊണ്ട് ഒരു ദിവസം 2 പ്രാവശ്യം മുട്ട കൈകൊണ്ട് എടുത്ത് മറച്ച് വെച്ച് കൊടുക്കണം. ഹലോ, നമസ്കാരം. അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി കൂരിയാടുള്ള ഹാഷ്ടെക് ഇൻക്യുബേറ്ററിലുണ്ടോ. ഹാഷ്ടെക് ഇൻക്യുബേറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 990 രൂപ മുതൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ വാങ്ങാൻ പറ്റും. ഇവരുടെ പുതിയ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് കൂടുതലായിട്ട് അറിയാം. ഇതാണ് നമ്മുടെ ഹാഷ്ടെക് ഇൻക്യുബേറ്ററിൻ്റെ പുതിയ ഓഫീസ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇൻക്യുബേറ്ററിൻ്റെ മോഡലുകളൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്ന പുള്ളിക്കാരനാണ് നമ്മുടെ ഹാരിസാണ്. ഹാരിസേട്ടാ, ആദ്യം തന്നെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയത്, അല്ലെങ്കിൽ ചേട്ടൻ ആരാണോ എന്ന് പറഞ്ഞു. ഞാൻ 8 വർഷമായിട്ട് ഒരു പ്രവാസിയായിരുന്നു. ഇപ്പോൾ 3 വർഷമായി പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്സ് ഫീൽഡിലും അതുപോലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ടച്ച് ശരിക്കും ഇലക്ട്രോണിക്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഇൻക്യുബേറ്ററിന്റെ മേഖലയിലേക്ക് എന്നൊക്കെയാണ് വന്നത്? 2 വർഷമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് സെയില് തുടങ്ങിയിട്ട്. ഇതിനു മുമ്പ് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻക്യുബേറ്ററുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു. നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊരു ഫാം ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് തോന്നി ഇങ്ങനെ നമ്മള് സെയിൽസ് തുടങ്ങിയാലോ എന്ന്. അങ്ങനെ അതെ, എന്റെ വീട് വേങ്ങരയാണ്. അപ്പൊ വേങ്ങര നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഷെഡ് ഉണ്ട്. അവിടെയാണ് നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. അല്ല, ഈ ഇരിക്കുന്ന ഇൻക്യുബേറ്ററിൽ ഇവിടെ കുറെ ഇൻക്യുബേറ്റർ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് അവിടെ വേങ്ങര വെച്ചിട്ടാണ്? വേങ്ങര വെച്ച് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണേ ഓഫീസിൽ? അതെ. ഓക്കെ. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പല ടൈപ്പ് ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എത്ര മുട്ട വെക്കുന്നത് തുടങ്ങി, അല്ലെങ്കിൽ എത്ര മുട്ട വരെ വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്ററൊക്കെ ഉണ്ട്? സ്റ്റാർട്ടിങ് നമ്മൾ 24 മുട്ട വെക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനാണ് ചെയ്യുന്നത്. അത് 10,000 മുട്ട വെക്കുന്നത് വരെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 990 രൂപയുടെ ഇൻക്യുബേറ്ററൊക്കെ അതൊക്കെ എങ്ങനത്തെയാണ്? അത് മാനുവലാണ്, തെർമോകോൾ ബോക്സിൽ ചെയ്യുന്നത്. മാനുവലും ഓട്ടോമാറ്റിക് രണ്ടും ചെയ്യുന്നുണ്ടോ? അതെ. അപ്പോൾ കുറഞ്ഞ റേറ്റിലുള്ള മാനുവൽ ആയിട്ടുള്ളത് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ തെർമോകോളിന്റെ ബോക്സിൽ ചെയ്ത് കൊടുക്കും. ഇവിടെയുള്ള ഇൻക്യുബേറ്ററുകളൊക്കെ പരിചയപ്പെടാൻ പോവാണ്. നമ്മുടെ പുതിയ ചങ്ങാതി ആരാണെന്ന് പറയാം? ഇതായിട്ടുള്ള എന്റെ പാർട്ണറാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഇൻക്യുബേറ്ററിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഒന്നിച്ചാണ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും വണ്ടിയിൽ ഡെലിവറിക്ക് പോകുന്നതും സർവീസ് ചെയ്യാൻ പോകുന്നതും. പിന്നെ ഇവിടെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. ഇത്ര നേരം ചേട്ടൻ കൂടി ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എത്തിയുള്ളൂ കേട്ടോ. അതാണ് നേരത്തെ കാണിക്കാതിരുന്നത്. അപ്പൊ നമുക്ക് ഈ ഇൻക്യുബേറ്ററുകളെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഇവിടെ ഇരിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഈ അറ്റത്ത് ഇങ്ങനെ കറങ്ങി പോവാം. ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര മുട്ടയുടെയാണ്? ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പറഞ്ഞുതരും. ഇത് 500 മുട്ട വെക്കുന്ന മെഷീനാണ്. 500 കോഴിമുട്ട? അതെ. ഓക്കെ. ഇതിന്റെ 3 തെർമോസ്റ്റാറ്റ് ഉണ്ടോ? അതെ, 3 ഓരോ ട്രേക്കും ഓരോ തെർമോസ്റ്റാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത് കസ്റ്റമേഴ്സിന്റെ ആവശ്യം പോലെ നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ട്രേ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിലും മറ്റുള്ള ട്രേകൾ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനിവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഇത് സെൻട്രലത്തെ ഓഫായി, ഇത് താഴത്തെ ഓഫായി, മുകളിലത്തെ ഓഫായി. അപ്പം നമ്മൾ ഒന്ന് മാത്രം മുകളിലത്തെ ഫസ്റ്റത്തെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഈ ഫസ്റ്റത്തെ സ്വിച്ച് ഓൺ ചെയ്താൽ അത് മാത്രം വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം ട്രേ 3 ഫുള്ളായിട്ട് ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കാം. അതെ, സ്വിച്ചുകൾ ഫുള്ള് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഈ ചുവന്ന സ്വിച്ച് റൊട്ടേഷൻ ഉള്ളതാണ്. ട്രേ റൊട്ടേഷൻ ചെയ്യാനും മുട്ട ഓട്ടോമാറ്റിക് റൊട്ടേറ്റിംഗ് റൊട്ടേറ്റ് ചെയ്ത് കാണിച്ച്. മുട്ടകൾ ഇങ്ങനെ കറങ്ങി പോയിക്കോളും. ഇത് ഡെമ്മി മുട്ട വെച്ചേക്കുന്നുണ്ടോ? ജസ്റ്റ് കറങ്ങുന്നത് കാണിക്കാനായിട്ട് നിന്നോ? കറങ്ങുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് എന്ത് വിലയുടെയാണ് ഇൻക്യുബേറ്റർ? ഇത് നമ്മൾ സ്റ്റാർട്ടിങ് 17,000 രൂപക്കാണ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം പോലെ നമ്മൾ ഇതിന്റെ ഷീറ്റ് ഇപ്പോൾ ഐലൈൻ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇത് ACP ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരും. അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ റേറ്റ് വിട്ട് മുകളിലേക്ക് വ്യത്യാസം വരുന്നതിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ താഴെ ഒരു ഹാച്ചറിന് വേണ്ടിയിട്ട് ഒരു ഇതാണ് ഉള്ളത്. ഇനി ഇതിലും കൂട്ടിയിട്ട് ഒരു ഹാച്ചറിന്റെ ട്രേയും കൂടി വരണമെന്നുണ്ടെങ്കിൽ
അതിന് എക്സ്ട്രാ ചാർജ് വരും. ഓക്കെ, ഇത് ഈ സൈഡിൽ പൈപ്പ് വെച്ചേക്കുന്നത് ഇത് വെള്ളം ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാനുള്ളതാണ്. ഇത് എല്ലാ ഭാഗത്തേക്കും പാസ് ചെയ്യുന്നുണ്ടാവും. ഈ പൈപ്പ് ചുറ്റിക്ക് ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, 3 ബൾബുണ്ട്, ഫാനുകളുണ്ട് 3 ഈ ഓരോ സെക്ഷനിലും ഈ സെയിം തന്നെയുണ്ട്. അതെ അതെ. 3 ഫാനും 3 ഇത് മോട്ടറുകൾ 3 എല്ലാം 3 സെക്ഷണം വെച്ചിട്ടുണ്ടല്ലോ അവിടെ. മോട്ടർ ഓരോന്നില്ല, ഓരോ ട്രേക്ക് ഓരോ മോട്ടർ ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തെർമോസ്റ്റാറ്റ് അത് ഏതൊക്കെയാന്ന് പറയാം? 3 തെർമോസ്റ്റാറ്റ് കാണുന്നുണ്ട്. ഇത് W3230 തെർമോസ്റ്റാറ്റ് ആണ് ഇപ്പൊ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിന്റെ ഈ 2 ഡിസ്പ്ലേ കാണിച്ചേക്കുന്നത് ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ ആണ് 37.7. ഇതിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ ആണ് 34.5. ഇപ്പൊ നമ്മൾ ഡോറ് തുറന്നിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഓരോ ട്രേയിലെ ടെമ്പറേച്ചർ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 35.8, 36.8, 34.5 ഒക്കെ. ഇവിടെ 37.7 നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർക്ക് എത്തുമ്പോൾ ഇതിന്റെ ഉള്ളിലുള്ള ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. മാറി ഓഫ് ഓണൊക്കെ ആയിട്ട് ഇരിക്കും. ഓക്കെ, ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇത്രയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഹ്യൂമിഡിറ്റിക്ക് വേറെ മീറ്ററോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അതെങ്ങനെയാണ് ഹ്യൂമിഡിറ്റി കറക്റ്റ് ആണോന്ന് അറിയാം? ഹൈഗ്രോമീറ്റർ വാങ്ങി വെച്ചാൽ ഹ്യൂമിഡിറ്റി കാണിക്കും. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ 30-28 പറഞ്ഞ തെർമോസ്റ്റാറ്റ് ഹ്യൂമിഡിറ്റി കാണിക്കുന്ന തെർമോസ്റ്റാറ്റ് ഉണ്ട്, അത് നമ്മൾ വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആണ്, പിന്നെ വേറൊരു മീറ്ററിന്റെ ആവശ്യം വരുന്നില്ല. അതായത് നിങ്ങളുടെ ഈ വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിൽ കാണുന്ന ഈ പൈപ്പിന്റെ ഉള്ളിൽ വെള്ളം കറക്റ്റ് ആയിരിക്കും. അതെ, വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി ഇപ്പോൾ വേറെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഹാച്ചിങ് ടൈമിൽ നമുക്ക് ഈ മുട്ടേനെ മാറ്റി വെക്കുന്ന ട്രേ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതിന്റെ കൂടെ നിങ്ങൾ കൊടുക്കും. നമ്മൾ ട്രേ റിമൂവ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നോർമലാണ്, ഇത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റില്ല? ഇല്ല, ഇത് ഇവിടെ ഫിക്സഡ് ആയിട്ടുള്ളതാണ്. റിമൂവ് ചെയ്യുന്ന ടൈപ്പില് നമുക്ക് അത് ഊരിയെടുത്തിട്ട് ഹാച്ചിങ്ങിന്റെ ട്രേ കയറ്റി വെക്കാൻ പറ്റും. പിന്നെ ഇതില് തന്നെ കിടന്ന് വിരിഞ്ഞോളും, ഹാച്ചർക്ക് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുന്ന് വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഒരു 3 മണിക്കൂർ ആവുമ്പോൾ മെഷീൻ എടുത്തിട്ട് ബ്രൂഡറിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്തൊരു ചെയ്യണ്ടേ? ഇത് ക്ലീനിങ് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ മുണ്ടുകൊണ്ട് ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ. ഓക്കെ, ചോദിക്കട്ടെ കേട്ടോ, ഇതിപ്പോ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇതിന്റെ തന്നെ മാനുവൽ ആയിട്ടുള്ള അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടോ? ഇത്രയും വലിയ ഇൻക്യുബേറ്റർ ഒക്കെ? ഇല്ല, മാനുവല് നമ്മൾ തെർമാക്കോളിന്റെ ബോക്സിൽ ചെറുതാണ് ചെയ്യുന്നത്. വലിയ ടൈപ്പുകളൊന്നും ഇല്ല. അത് കുറഞ്ഞ റേറ്റിൽ ആവശ്യപ്പെടുന്നവർക്ക് തെർമാക്കോളിന്റെ ബോക്സിൽ മാനുവൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇൻക്യുബേറ്ററിന്റെ അടുത്തേക്ക് പോയാലോ? ഇനി അടുത്ത ഇൻക്യുബേറ്റർ ഇത് എത്ര മുട്ട വയ്ക്കുന്നതാണ്? 300 മുട്ട വെക്കുന്നതാണ്. ഇതും 3 തെർമോസ്റ്റാറ്റ് തന്നെ ഉണ്ട്. അതെ. മറ്റേ നമ്മൾ മുമ്പ് കണ്ടത് 500 മുട്ട വയ്ക്കുന്നത്, ഇത് 300 മുട്ട വയ്ക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിൽ 3 ട്രേ തന്നെയാണ് വരുന്നത്. ഇതിൽ 10 ലൈൻ ഉണ്ടാവും. ഓക്കെ, മുട്ട വെക്കാൻ ഒരു ലൈനിൽ 10 മുട്ടയാണ് പോവുക. അങ്ങനത്തെ 10 ലൈൻ ഉണ്ടാവും. അങ്ങനത്തെ 3 ട്രേ ആണ് ഇതിൽ വരിക. അപ്പൊ 300 മുട്ട പോകും. ഇതിന്റെ ട്രേ ഊരാൻ പറ്റുന്നതാണോ? അതായത് ട്രേ റിമൂവ് ചെയ്യുന്ന ടൈപ്പാണ്. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതെ, പുറത്തേക്ക് എടുത്തിട്ട് ക്ലീൻ ആക്കാനൊക്കെ ഈസി ആയിരിക്കും. ഓക്കെ. ഇത് എല്ലാ ട്രേയും ഊരി എടുത്തിട്ട് ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഹാച്ചറിന്റെ കൊട്ട അത് വെച്ചെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഹാച്ചിങ്ങിന് നമ്മൾ ട്രേ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ആ ട്രേ വെച്ചിട്ട് അതിലേക്ക് മുട്ട മാറ്റി വെക്കാം. അതായത് ഈ ട്രേ ഊരിയിട്ട് വേറെ പ്ലാസ്റ്റിക്കിന്റെ ട്രേ അല്ല, ഇതേപോലെ തന്നെ ഹാച്ചിങ്ങിന് ഈ കള്ളി ഉണ്ടാവില്ല. ഓക്കെ, റൊട്ടേഷന്റെ ലൈൻ ഉണ്ടാവില്ല. ഓക്കെ, ചോദിക്കട്ടെ, ഇതിന്റെ ഉള്ളിൽ ലൈറ്റുകളുടെ എണ്ണമൊക്കെ 2 ലൈറ്റ്? ഇതിൽ 2 എണ്ണമാണ് വരിക. ഓരോ ട്രേയില് 2 ലൈറ്റ് കിട്ടാൻ വരിക. എല്ലാം ബാക്കിയെല്ലാം മറ്റേ പോലെ തന്നെ സെയിം ആണ്. അതെ. ഓക്കെ കേട്ടോ. ഓക്കെ, ഇതിനെന്ത് വില വരുന്നുണ്ട്? ഇത് നമ്മള് 13,000 രൂപക്കാണ് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്നത്. 13,000 തുടങ്ങി മുകളിലേക്ക്? അതെ. ഓക്കെ, ഇനി ഈ എനിക്കിരിക്കുന്ന ഇൻക്യുബേറ്റർ ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് എത്ര മുട്ട വയ്ക്കുന്നതാണോ എന്ന് പറഞ്ഞേ? ഇത് 50 മുട്ട വെക്കുന്നതാണ്. അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത് 50 മുട്ട വെക്കുന്നതാണ്. 50 മുട്ട, അതായത് ഫുള്ളി ഓട്ടോമാറ്റിക്കില് ഏറ്റവും ചെറിയ മോഡൽ? അതെ, ഫുള്ളി ഓട്ടോമാറ്റിക്കില് ചെറുത്. ഇത് അതിന്റെ വില എന്ന് പറഞ്ഞത് എത്ര രൂപയുണ്ട്? ഇത് 5,500 രൂപയാണ് നമ്മൾ ചെയ്യുന്നത്. 5,500 ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ? ഓട്ടോമാറ്റിക് സ്റ്റാർട്ടിങ്. പിന്നെ പ്ലാസ്റ്റിക് ബോക്സിൽ 24 മുട്ട വെക്കുന്നത് വേറെ വരുന്നുണ്ട്. ഓക്കെ, അലുമിനിയം ഫാബ്രിക്കേഷനിൽ സ്റ്റാർട്ടിങ് ഇതാണ് വരുന്നത്. ഓക്കെ. ഇതിന്റെ ഉള്ളിലത്തെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ 40 വാട്ട്സിന്റെ 2 ബൾബാണ് വരുന്നത്. 2 ഫാന്, ഒരു മോട്ടർ റൊട്ടേഷന് വേണ്ടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് റൊട്ടേഷൻ 2 മണിക്കൂറിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ. പിന്നെ ഇത് ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ട്രേയിൽ വെള്ളം ഫുള്ളാക്കി വെച്ച് കൊടുക്കാം. ഹ്യൂമിഡിറ്റി കറക്റ്റ് ആയിക്കോളും? അതെ, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ചോദിക്കട്ടെ, പലപ്പോഴും ചോദിക്കാനുള്ള ഒരു കാര്യമാണ്, ഈ ഇൻക്യുബേറ്ററൊക്കെ ഭയങ്കര കറണ്ട് എടുക്കുമോ? ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ? എന്താണ് മറുപടി? ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ 37.7 ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ കട്ട് ഓഫ് ആവും.
അപ്പോൾ ഈ ഫാനും ലൈറ്റും ഓട്ടോമാറ്റിക് ഒന്നിച്ച് കട്ട് ഓഫ് ആവും, പിന്നെ കറണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്തിനുള്ള കറണ്ട് ചെലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതായത് ലൈറ്റുകൾ ഓൺ ആകുമ്പോഴാണ് മെയിൻ ആയിട്ട് കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാതെ ജസ്റ്റ് ഈ തെർമോസ്റ്റാറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കറണ്ട്. അതെ, അത് 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനി 18 ദിവസം ആയാൽ നമ്മളെ റൊട്ടേഷന്റെ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ പച്ച LED ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ റൊട്ടേഷൻ നടക്കുന്നുണ്ടെന്നാണ് ഈ ലൈറ്റ് കാണിക്കുന്നത്. 18 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ റൊട്ടേഷന്റെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അത് 18 ദിവസം വരെ റൊട്ടേഷൻ ചെയ്താൽ മതി. അതെ, അത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം. ഓക്കെ. അതേപോലെ ചോദിക്കട്ടെ, ഇപ്പൊ പലരും ഭയങ്കര ഡൗട്ടോടുകൂടി ചോദിക്കുന്ന ഒരു കാര്യമാണ്, കറണ്ട് പോയാൽ എന്ത് ചെയ്യുന്നുള്ളൂ? കറണ്ട് പോയാൽ ഒരു 5-6 മണിക്കൂർ നേരത്തിന് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ടുണ്ട്. ഈ തെർമോക്കോളിന്റെ ചൂടിൽ 5-6 മണിക്കൂർ വരെ ടെമ്പറേച്ചർ ഉണ്ടാവും. പിന്നെ 1 ഡേ ഫുള്ളായിട്ട് കറണ്ട് പോയാലും മുട്ട കേടായി പോകുന്നൊന്നുമില്ല. അതിൽ ചിലപ്പോൾ കുറച്ച് 1-2 മുട്ട കേടായാലും നമുക്ക് ഹാച്ചിങ് കിട്ടും. അതെ, തുറക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്ത മോഡൽ കണ്ടാൽ ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ഡിസൈനാണ് കേട്ടോ. ഒരു മോഡൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ഡിസൈൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കിച്ചൺ കബോർഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി ആണ് എന്തായാലും ഇൻക്യുബേറ്ററിലൊക്കെ ഇവിടുത്തെ. ഇത് നമുക്ക് അടുത്ത മോഡലിനെ കാണാം. ഇത് 200 മുട്ട വെക്കുന്നതാണ്. 200 മുട്ട. അതെ, ഇതും ഈ 2 ലെയർ അല്ലേ? 2 ലെയറായിട്ട് കൊള്ളാം. ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇത് തന്നെയാണോ? അതെ, നമ്മളെ വർക്ക്ഷോപ്പിലാണ് ചെയ്യുന്നത്. വേങ്ങരയാണ് നമ്മളെ വർക്ക്ഷോപ്പ് വരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് 2 മണിക്കൂറിൽ ഇനി അടുത്ത റൊട്ടേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞപ്പോ ഈ തെർമോസ്റ്റാറ്റ് അല്ലാണ്ട് ടൈമറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടല്ലേ? അതെ, ടൈമറുണ്ട്. ഇതെങ്ങനെ വില വരുന്നത്? 200 എണ്ണത്തിന്റെ 200 മുട്ട വെക്കുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 11,000 രൂപയാണ്. 11? അതെ. ഓക്കെ. ഇതിന്റെ വാറണ്ടി കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ്? 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. 1 വർഷത്തിനുള്ളിൽ എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ കേരളത്തിൽ എവിടെയായാലും അവിടെ പോയി സർവീസ് സൈറ്റ് വാറണ്ടി ചെയ്തു കൊടുക്കും. നിങ്ങൾ അവിടെ പോയി ആ സ്പോട്ട് 24 ഹവേഴ്സിന്റെ ഉള്ളിലായിട്ട് നമ്മൾ അവിടെ പോയി സർവീസ് ചെയ്ത് കൊടുക്കൂലോ അല്ലേ? അതെ അതെ, ഉറപ്പാണ്. അത് ഉറപ്പാണ്. നമ്മൾ ഇതുവരെ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിന്റെ അടിയിലും ഒരു ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട് വെള്ളത്തിന് വേണ്ടി. വെള്ളത്തിന് താഴെ വെക്കാനുള്ളതാണ്. ഇതിൽ ഈ ലൈനിന്റെ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മുകളിലേക്കുള്ളത് ഇവിടെ പൈപ്പ് ഉണ്ട്, PVC പൈപ്പാണ് വരുന്നത്. വലിയ ഇൻക്യുബേറ്ററിൽ കണ്ട പോലെ തന്നെ. അതെ അതെ. പിന്നെ ഇത് വലിയ ഇൻക്യുബേറ്റർ എല്ലാ മെഷീനും ഞാൻ പറയാൻ വിട്ട് പോയൊരു കാര്യമുണ്ട്. സൈഡിൽ നമുക്ക് ട്രേ ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇവിടെ 2 സ്വിച്ച് ഉണ്ടല്ലേ? അതെ, ഈ 200 എണ്ണത്തിന്റെ 2 സ്വിച്ച് വരും. അങ്ങനെ എണ്ണത്തിനനുസരിച്ച് ഓരോ ട്രേക്ക് അനുസരിച്ച് സ്വിച്ച്, ഓരോ ട്രേക്കും ആ ട്രേ റൊട്ടേഷൻ ഓഫ് ചെയ്യണം. കസ്റ്റമേഴ്സ് പലരും ചോദിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിലാണ് ഹോളുകൾ വരുന്നത്. പലരും ചോദിക്കാനുള്ള കാര്യം ഇൻക്യുബേറ്ററിന് ഹോൾ വേണോ, ഹോൾ ഇടാറുണ്ടോ എന്നൊക്കെ. അത് ഇവിടെ ഉണ്ട്, ഹോൾ ഉണ്ട് 3 എണ്ണം. നമ്മൾ അടുത്ത ഇൻക്യുബേറ്ററിൽ കണ്ടാലോ? ഇതും ഓരോന്നും ഓരോ ഷേപ്പിലാണ്. ഇത് പരന്നു കിടക്കുന്നു, അത് ഉയർന്നു നിൽക്കണ്. ഇത് എത്ര മുട്ടയുടെയാണ്? ഇത് 100 മുട്ട. ഇതിന്റെ വില? ഇതിന്റെ വില 7,500 രൂപ. 7,500 രൂപയ്ക്ക് 100 മുട്ട വയ്ക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഒന്ന് തുറന്നു കാണിക്കാം. അടിപൊളി. റൊട്ടേഷൻ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തെർമോസ്റ്റാറ്റൊക്കെ ഏതാ? W3002. 3002. ഓക്കെ. ഓട്ടോമാറ്റിക്. ഇതിലും ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ഓരോ 3 ദിവസം കൂടുമ്പോൾ വെള്ളം കുറവുള്ളത് ഒഴിച്ചു കൊടുക്കണം. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ ഉള്ളിലും 2 ലൈറ്റ്, 2 ഫാൻ, ഒരു മോട്ടർ എല്ലാവരും ഉണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഡിസൈൻ ഉണ്ടോ? സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ തിളങ്ങാണ് നടന്നത്. ഇനി ഇപ്പുറത്തേക്ക് വന്ന ഇവിടെ 2 ഇൻക്യുബേറ്റർ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഇത് നമ്മളെ ഏറ്റവും വില കുറഞ്ഞ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ വരുന്നതാണ്. പ്ലാസ്റ്റിക്കിന്റെ ബോക്സ് ആണ് വരുന്നത്. 2,900 രൂപയാണ്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ചെറിയ ഇൻക്യുബേറ്റർ. ഇതൊന്നും തുറന്ന് കാണിക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ ഇതിൽ ഉപയോഗിച്ചിരുന്ന തെർമോസ്റ്റാറ്റ് ഏതാ? ഇത് W1209 ആണ് വരിക. ഓക്കെ. ചെയ്യുന്ന ടൈപ്പാണ്. 2 ടൈപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. വലുതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. 24 വട്ട വെച്ചാൽ തിരിക്കാം. ഓക്കെ ഓക്കെ. ഇതിനും വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ടോ? 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇത് 12 വോൾട്ട് ആണ്. അതുകൊണ്ട് കറണ്ട് ചെലവ് വളരെ കുറവായിരിക്കും. ഇതിന്റെ ഉള്ളിലെ ബൾബൊക്കെ 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എനിക്ക് ചോദിക്കട്ടെ, നമുക്ക് ബാറ്ററിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും? ബാറ്ററിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ മെഷീനാണ് ഇത് വരുന്നത്. ഇനി ഇപ്പുറത്തിരിക്കുന്ന ഈ ഇൻക്യുബേറ്റർ
ഇത് തെർമോകോൾ ബോക്സ് ആണല്ലേ? അതെ. ഇതൊക്കെ എങ്ങനെ വില വരണേ? ഇത് 990 രൂപ, 60 മുട്ട വെക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വില കുറഞ്ഞ? ഏറ്റവും വില കുറഞ്ഞ മെഷീൻ. 990 രൂപയ്ക്ക് 60 മുട്ട വയ്ക്കുക. ഇത് ഓട്ടോമാറ്റിക് ആണോ? അല്ല, ഇത് മാനുവലാണ്. നമ്മൾ മുട്ട കൈകൊണ്ട് ഒരു ദിവസം 2 പ്രാവശ്യം മുട്ട കൈകൊണ്ട് എടുത്ത് മറച്ച് വെച്ച് കൊടുക്കണം. ഓക്കെ. തെർമോസ്റ്റാറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്. ഇതിന്റെ എങ്ങനെയാ? ഇതിന് വാറണ്ടി ഒക്കെ ഉണ്ടോ? 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് വിരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന, അതാണ് ചെറിയ എമൗണ്ട്. ഇതിന്റെ കൊറിയർ എങ്ങനെയാണ്? ഇത് ഫ്രീ ഡെലിവറിയാണ്. കേരളം മൊത്തത്തിൽ ഫ്രീ ഡെലിവറിയാണ് ചെയ്യുന്നത്. 990 രൂപയുടെ ഇൻക്യുബേറ്റർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ഡെലിവറി. ഇതിന്റെ വലിയ മോഡൽ ഉണ്ടോ തെർമോകോൾ ബോക്സിന്റെ? അതെ, 100 മുട്ട വെക്കുന്നതുണ്ട്. അതൊക്കെ എങ്ങനെ വില വരുന്നത്? അത് 1250 രൂപ വില. അതും ഫ്രീ ഡെലിവറി തന്നെയാണോ? അതെ, ഫ്രീ ഡെലിവറിയാണ്. ഓക്കെ. നമസ്കാരം, എൻ്റെ പേര് ആഷിഖ്. ഞാൻ മലപ്പുറം ജില്ലയിലെ മൊറയൂർ എന്നുള്ള സ്ഥലത്താണ്. ഞാനിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഈ കോഴി വിരിച്ചിട്ട് ചെയ്യുന്ന സിസ്റ്റമായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി ഹൈടെക് ആയിട്ട് ചെയ്യണം എന്നുള്ള സിസ്റ്റം വന്നപ്പോഴാണ് ഹാച്ചിടെക് വേങ്ങരയുള്ള ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു ഇൻക്യുബേറ്റർ വാങ്ങിച്ചു. ആ ഇൻക്യുബേറ്ററാണിത്. ഇത് 1000 മുട്ട വരെ വിരിക്കാവുന്ന സിസ്റ്റം ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഫസ്റ്റാണ് ഇത് ചെയ്തത്. അതിലിപ്പോൾ എനിക്കൊരു 85% ഹാച്ചിങ് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടികളാണിത്. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് വിരിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ മാത്രമല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 1-2 സർവീസ് വന്നു. എനിക്ക് ചെറിയ ഒരു അതിൻ്റെ ഓട്ടോമാറ്റിക് റൊട്ടേഷനിൽ ചെറിയ സംഭവങ്ങൾ, ചെറിയ കേസുകൾ വന്നു. അപ്പോൾ അവർ വിളിച്ച് അവരെ പെട്ടെന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നു. നമുക്ക് വേണ്ട പ്രോത്സാഹനം അത് അവരുടെ ഭാഗത്തുനിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിനി വേണ്ട ഇത് മാത്രമല്ല, ഇനി നമുക്ക് ആവശ്യമുള്ള വേറെ എന്ത് സംഭവങ്ങൾ അവർ എനിക്ക് ചെയ്തു തന്നു. ഇവരെ സഹായം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. ഇപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഒന്നും കൂടി വലുതാക്കി ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ് എനിക്ക് ഇവർ തന്നു. ഇനി അതിനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ഹാഷ്ടാഗിന്റെ ഇൻക്യുബേറ്ററുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ തുടക്കക്കാർക്ക് വേണ്ടി 990 രൂപ മുതലൊക്കെയാണ് ഇവിടുന്ന് ഇൻക്യുബേറ്ററുകൾ ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിങ്ങൾക്ക് ഇൻക്യുബേറ്റർ വാങ്ങണമെങ്കിലോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.